കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൌൺസിലിംഗ് ആരംഭിച്ചു. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കൌൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. മുത്തച്ഛൻ ബാട്ടച്ച് ചെയ്തു എന്നായിരുന്നു കുട്ടി പോലീസിനോട് പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി പറഞ്ഞത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പോൾ പെൺകുട്ടിയെ CWC ചോദ്യം ചെയ്തതിലൂടെ, കൌൺസിലിംഗ് നടത്തിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും കള്ളങ്ങളാണ് എന്നുള്ളതാണ്. മുത്തച്ഛൻ ബാട്ടച്ച് ചെയ്തു എന്നുള്ളതായിരുന്നു പോലീസിനോട് ആദ്യം പറഞ്ഞ കാര്യം. ഇപ്പോൾ അത് അങ്ങനെയല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ഈ കുട്ടി തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളിൽ കളവുണ്ട് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് പല ഘട്ടത്തിലും അന്വേഷണത്തെ ആസൂത്രിതമായി തിരിച്ചുവിടാനായി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ കൗമാരക്കാരായ 3 സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും പറഞ്ഞ കാര്യങ്ങൾ ഒരേ മൊഴിയായിരുന്നു. അതായത് തനിക്ക് സുഖമില്ല, വയറിൽ മുഴയുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സക്കായി പണം നൽകാനായാണ് സുഹൃത്തുക്കൾ എത്തിയത് എന്നുള്ള മൊഴിയായിരുന്നു നൽകിയത്. അതിനകത്ത് ഏറ്റവും പ്രധാനം തുടക്കത്തിൽ പറഞ്ഞത് സ്വന്തം അച്ഛനെ, അതായത് മുത്തച്ഛനെ അച്ഛൻ കൊലപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അതിന് കാരണമായി പറഞ്ഞത് മുത്തച്ഛൻ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അത് അച്ഛൻ അറിഞ്ഞാൽ ഉറപ്പായും കൊലപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി പോലീസിന് ആദ്യം മൊഴി നൽകുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലീസ് തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത്ര വിശ്വസനീയമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടി ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോമിലാണ് ഉള്ളത്. അവിടെ CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശിനെ കുറിച്ച് ഉന്നയിച്ച ആ ആരോപണങ്ങൾ, മോശം ആരോപണങ്ങൾ ഒന്നും തന്നെ ഈ കൗൺസിലിംഗ് വേളയിൽ കുട്ടി പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു കാര്യങ്ങളും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ പോലീസ് അനുമാനിച്ചതുപോലെ കേസിനെ മറ്റൊരു തലത്തിലേക്ക് വഴിമാറ്റി വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് കുട്ടി ഇത് പറഞ്ഞത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. എന്തായാലും ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം എത്തണമെങ്കിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ് നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് രൂപീകരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്ന് തേടും. കാരണം ഈ കേസ് നമുക്കറിയാം, രാജ്യത്ത് തന്നെ ഈ കൗമാരക്കാർ മുഴുവനായി ഉൾപ്പെട്ട ഒരു കേസ്. അതും ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 13-കാരി തീരുമാനിച്ച പ്രകാരം, ആസൂത്രണം നടത്തിയതിന്റെ പ്രകാരം മുഴുവൻ കൗമാരക്കാരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തുക. ഇതൊരു രാജ്യത്ത് തന്നെ വളരെ റയറായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ പോകുന്നു, കുട്ടികൾ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത് സമൂഹത്തിന് തന്നെ ആവശ്യമാണ്. പോലീസ് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവരുടെ ഒരു മാനസിക നിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ തന്നെ പല കളവുകൾ പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടാനായി പെൺകുട്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആൺകുട്ടികളെ ചോദ്യം ചെയ്ത് ഏറ്റവും ഒടുവിൽ അവർ ആ കാര്യങ്ങൾ സമ്മതിച്ചു. പക്ഷെ തെളിവ് നിരത്തി സംസാരിക്കുമ്പോൾ പോലും പെൺകുട്ടി അത് അഡ്മിറ്റ് ചെയ്യാനായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഇവരുടെ ഒരു മാനസിക നില ഇങ്ങനെ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ശനിയാഴ്ച ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.